ഞാൻ രതിയാണ്. ഇന്ന് ഞാനൊരു പുതിയ സ്റ്റോറിയുമായി വന്നിട്ടുണ്ട്. എല്ലാവരും കേട്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതിൻ്റെ ഓപ്പൺ വെർഷൻ കേൾക്കാൻ വേണ്ടി നേരെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ വന്ന് അഡ്മിന് മെസ്സേജ് അയച്ചോളൂ. അവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ അടിപൊളി ഓപ്പൺ വെർഷൻ കേൾക്കാം. അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൽ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുത്ത സബ്സ്ക്രൈബേഴ്സിനോട് നിങ്ങൾ ടെലിഗ്രാമിൽ വന്നിട്ട് എനിക്ക് പേഴ്സണലായിട്ട് DM ചെയ്യണം കേട്ടോ. എങ്കിൽ മാത്രമേ നിങ്ങൾക്കുള്ള സ്പെഷ്യൽ സ്റ്റോറി കിട്ടത്തുള്ളൂ. അപ്പോൾ മറക്കാതെ DM ചെയ്യണേ. അപ്പോൾ നേരം കളയണ്ട, നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോയാലോ. ഇന്നത്തെ സ്റ്റോറി നമ്മുടെ വീണ ടീച്ചറിനെ കുറിച്ചാണ്. വീണ ടീച്ചർ മുഖാമുഖം നിന്ന് പഠിപ്പിക്കുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ ക്ലാസ്സിലായിരിക്കും. എപ്പോഴെങ്കിലും അവരൊന്ന് തിരിഞ്ഞു നിന്നാൽ എല്ലാ ആൺകുട്ടികളുടെയും കണ്ണുകൾ ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിക്കും. ടീച്ചർ മിക്കപ്പോഴും കടുത്ത നിറത്തിലുള്ള സാരിയാണ് ഉടുക്കാറുള്ളത്. എങ്കിലും റോസും മാമ്പഴ നിറവുമുള്ള സാരിയിലും ടീച്ചറെ കാണുക എന്ന് വെച്ചാൽ ദേവി വിഗ്രഹം പോലെ തന്നെ. അതുപോലെ സ്കൂൾ പിള്ളേർക്ക് മാത്രമല്ല, നാട്ടുകാർക്ക് മുഴുവൻ കണ്ണിന് വിരുന്നായിരുന്നു വീണ ടീച്ചർ. അവരുടെ മുന്നഴകും പിന്നഴകും കണ്ടു മനസ്സിലൊന്ന് നാണിച്ചു ചിരിക്കാത്ത ഒരാളും ആ നാട്ടിലുണ്ടായിരുന്നില്ല. ഒപ്പം കാന്തശക്തിയുള്ള അവരുടെ കണ്ണുകൾ, ചുറ്റും വശ്യത പടർത്തുന്ന ചിരി, എപ്പോഴും നെറ്റിയിൽ വെക്കുന്ന ഇച്ചിരി വലിപ്പമുള്ള വട്ടത്തിലുള്ള കറുത്ത പൊട്ട്, അത് തന്നെ ആ നെറ്റിക്കൊരഴകാണ്. പിന്നെ കറുത്ത വള്ളിക്കൊടിലിൽ ഇതളിതളായി ചേർന്ന് കോർത്ത് മാല പോലെയുള്ള കറുത്ത മുടി, 5.5 അടി ഉയരം, ഒരൽപ്പം ചാടിയ വയർ, കാണുന്ന എല്ലാവരെയും വെല്ലുവിളിച്ച് പരിസരത്തുള്ളവരെയെല്ലാം പരിഹസിച്ചുകൊണ്ട് തുള്ളി തുളുമ്പുന്ന മട്ടിലുള്ള അവരുടെ നടക്കുമ്പോൾ എല്ലാം കൊണ്ടും നിറഞ്ഞൊഴുകുന്ന മേനിയഴക് വീണ ടീച്ചർക്കുണ്ടായിരുന്നു. അന്നും ക്ലാസ്സിലെ കുണ്ടിതുള്ളൽ കഴിഞ്ഞ ശേഷം സ്കൂൾ വിട്ടയുടൻ തന്നെ വീണ ടീച്ചർ ധൃതിയിൽ പുറത്തിറങ്ങി. അവളുടെ നിറമുള്ള സാരിയിൽ ഒളിപ്പിച്ച മാംസളമായ വയർ ചെറുതായി കണ്ടാലേ പിള്ളേരുടെ കുഞ്ഞു കുണ്ണ മൂക്കുമെന്ന് ടീച്ചർക്കും അറിയാവുന്നത് കൊണ്ട് സാരി കൊണ്ട് മറച്ചു പിടിച്ചാണ് അവർ ഓരോ അടിയും നടന്നത്. ടീച്ചർ ഇത് എങ്ങോട്ടാ പിള്ളേരേക്കാൾ മുമ്പിലോടുന്നേ? സഫിയ ടീച്ചർ അന്വേഷിച്ചു. നല്ല മഴക്കോളുണ്ട് ടീച്ചറെ, ഞാൻ കുടയെടുക്കാൻ മറന്നു. ബസ് സ്റ്റോപ്പ് വരെ സഫിയ ടീച്ചറും വീണ ടീച്ചറിന്റെ ഒപ്പം നടന്നു. ആ ശരിയാ ടീച്ചറെ, ഞാനും പോയിട്ട് തുണിയൊക്കെ അലക്കാമെന്ന് കരുതിയതാ, നടന്നത് തന്നെ. പിന്നെ ടീച്ചറെ, ഈ ആഴ്ചയാണ് എൻ്റെ ഇക്ക അക്കരേന്ന് വരുന്നത്. ഓ അത് ശരി, ഇന്ന് വെള്ളി. അപ്പോ അടുത്ത തിങ്കൾ മുതൽ വെള്ളി വരെ സഫിയ ടീച്ചർ ലീവാണല്ലേ? പറഞ്ഞിരുന്നു, ഞാൻ അങ്ങ് മറന്നു. ആ ഇത്തവണ ഇക്ക തിരികെ പോകും മുന്നേ ഹാപ്പി ന്യൂസ് ആക്കണമെന്നാണ് ഞങ്ങളുടെ തീരുമാനം. സഫിയ ടീച്ചറിന്റെ മുഖം നാണിച്ചു തൊടുത്തു. വിവാഹത്തിന് ശേഷം കഷ്ടിച്ചു 1 മാസമേ സഫിയ ടീച്ചറിന്റെ ഭർത്താവ് കൂടെ താമസിച്ചിരുന്നുള്ളൂ. തന്നെ വിട്ട് ഉടനെ ജോലിക്കായി അക്കരെ പോയതിൽ ഉള്ള വിഷമമൊക്കെ ആദ്യം വീണ ടീച്ചറോടായിരുന്നു സഫിയ ടീച്ചർ ഉള്ളു തുറന്നു പറഞ്ഞിരുന്നത്. അമ്പടി കള്ളി, രണ്ടാളും കൂടെ ആവേശം മൊത്തം കാണിക്കാൻ പോവാണ് അല്ലേ? പെണ്ണുങ്ങളുടെ സ്വതസിദ്ധമായ ശൈലിയിൽ വീണ ടീച്ചർ അത് പറയുമ്പോൾ സഫിയ ടീച്ചർ ചിരിച്ചു. രണ്ടാളും ചിരിക്കുമ്പോഴും വീണ ടീച്ചറിന്റെ ഉള്ളിലെവിടെയോ ഒരു നീറുന്ന മുറിവ് അവൾ അറിയുന്നുണ്ടായിരുന്നു. പിന്നെ ഈ വീക്കെൻഡ് എന്താ ഇനി ടീച്ചറുടെ പരിപാടി? സഫിയ ടീച്ചർ നാണിച്ചു തല താഴ്ത്തിക്കൊണ്ട് ചോദിച്ചു. ഓ മടുപ്പാണെന്നേ. അത് സഫിയയോട് പറയുമ്പോ വീണയുടെ കണ്ണിലുണ്ടായിരുന്നു
അവൾ അനുഭവിക്കുന്ന വിരസതയുടെ ആഴം. ആ ചേട്ടൻ ഇക്കൊല്ലം വന്നില്ല അല്ലേ? ഇടറിക്കൊണ്ടാണ് സഫിയ അത് ചോദിച്ചത്. വീണ അതിന് മറുപടി പറയാതെ ചിരിക്കാൻ മാത്രം ശ്രമിച്ചു. ടീച്ചറുടെ മക്കൾ രണ്ടാളും എഞ്ചിനീയറിംഗ് ആണെന്നല്ലേ പറഞ്ഞേ? സഫിയ ടീച്ചർ വീണയുടെ മനസ്സിനെ നോവിക്കാതെ വേഗം ടോപ്പിക്ക് മാറ്റി. അതെ അതെ, രണ്ടും അവധിയായാൽ വീട്ടിലിരിക്കത്തേയില്ല. ഒരു സെക്കൻഡ് ഹാൻഡ് ഡീസൽ ബുള്ളറ്റ് ഒരെണ്ണം വീട്ടിലുണ്ട്. അതിലാണിപ്പോൾ രണ്ടാളുടെയും കറക്കം. അനന്തു, അച്ചു, അതല്ലേ പേര്? രണ്ടാളും ബൈക്കൊക്കെ ഓടിക്കുമോ ടീച്ചറെ? ഹേയ്, ഇല്ലില്ല. അനന്തുവിനെ ലൈസൻസ് ഉള്ളൂ. അങ്ങനെ പറയുന്നതിലും നല്ലത് അവനെ ബൈക്ക് ഓടിക്കൂ എന്ന് പറയുന്നതാണ്. അച്ചുവിന് ഒരല്പം ധൈര്യക്കുറവാണ്. അത് പറയുമ്പോ വീണ ടീച്ചറുടെ മുഖം വാടി. അതെയല്ലേ, പക്ഷെ രണ്ടാളും കാണാൻ ടീച്ചറെ പോലെ തന്നെയാണ്. സുന്ദര കുട്ടന്മാർ. കണ്ടാൽ ഒരു 10-22 വയസ്സൊക്കെ തോന്നിക്കും. രണ്ടാൾക്കും നല്ല ഉറച്ച ശരീരമാണ്. സഫിയ ടീച്ചർ അത് പറയുമ്പോ അവളുടെ മുഖത്തും ചെറിയ നാണം വീണ ടീച്ചർ കണ്ടു. അതുപോലെ സഫിയ ടീച്ചർ വീണയെ നോക്കുമ്പോൾ വീണയ്ക്ക് അത് ശരിക്കും സുഖിച്ചത് അവരുടെ മുഖത്തറിയാനുണ്ടായിരുന്നു. അതുപോട്ടെ, എന്തിനാ പ്രിൻസിപ്പൽ ഗ്രേസി മിസ്സിന്റെ മുറിയിൽ വെച്ച് ഇന്നൊരു ബഹളം കേട്ടത്? ഏത് കുട്ടിയുടെ പേരന്റാണ് ടീച്ചറെ അത്? ഓ അതോ, 2 മാസം മുമ്പ് ഞാനൊരു പയ്യനെ ക്ലാസ്സിലിരുന്ന് കുരുത്തക്കേട് കാണിച്ചതിന് ഒന്ന് പൊട്ടിച്ചു. അതിനവൻ അവന്റെ അച്ഛനെയും കൂട്ടിയിട്ട് വന്നതാ ടീച്ചറെ. ക്ലാസ്സിലിരുന്ന് എന്നെയും ഓരോന്ന് പറയാറുണ്ട് ഇവന്മാർ. പക്ഷേ ഞാൻ സഹിച്ചു നിൽക്കുവാണ് ടീച്ചറെ. എനിക്ക് ഈ +2 പിള്ളേരെ കൈ ഓങ്ങാനേ പേടിയാണ്. ഞാനും സഹി കെട്ടാണ് പിടിച്ചു നിന്നത്. ക്ലാസ്സിലിരുന്നിട്ട് നോട്ട്ബുക്കിൽ കുരുത്തക്കേട് വരച്ച് കളിക്കുവാണവർ. ഇതുങ്ങളുടെയൊക്കെ മുൻപിൽ നിൽക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമില്ല ടീച്ചറെ. എന്നിട്ട് ഒത്തുതീർപ്പാക്കിയോ? അവനെ കൊണ്ട് സോറി ഞാൻ പറയിപ്പിച്ചു. ദേ, ടീച്ചറുടെ ബസ് വന്നല്ലോ, കാണാട്ടോ. അപ്പോ അടിച്ചു പൊളിച്ചിട്ട് വാ. അതും പറഞ്ഞവൾ കലവില കൂട്ടുന്ന പിള്ളേരുടെ ഇടയിലേക്ക് തെല്ലു വേഗത്തിൽ തന്നെ നടന്നു. 1 കിലോമീറ്റർ നടക്കാവുന്ന ദൂരമേ ഉള്ളൂ വീട്ടിലേക്ക്. അതിനിടയിലെങ്ങാനും മഴ പെയ്താൽ കുടുങ്ങി. കയറി നിൽക്കാൻ കഴിയുന്ന ഏക സ്ഥലമെന്ന് പറയുന്നത് ഗോപാലേട്ടന്റെ ചായക്കടയാണ്. അവിടെ കയറി നിൽക്കുന്നതിനേക്കാൾ ഭേദം നനഞ്ഞു പോകുന്നതാണ്. അവിടെ ക്യാരംസും കളിച്ച് കുറച്ച് പിള്ളേരിരിപ്പുണ്ടാകും. അവന്മാരുടെ ഒരു നോട്ടമുണ്ട്. എത്ര മറച്ചു പിടിച്ചാലും വായി നോക്കികൾ. വഴിമധ്യേ ഉള്ളവർ തന്നെ നോക്കി കടന്നു പോകുന്നത് വീണ ടീച്ചർ കണ്ടെങ്കിലും അവളത് ശ്രദ്ധിക്കാൻ പോയില്ല. മഴ പെയ്യുമോ എന്ന വേവലാതിയിലായിരുന്നു അവൾ. ചായക്കടയുടെ മുന്നിലെത്തിയപ്പോൾ ചില പതിവ് മുഖങ്ങൾ ഇന്നും തന്നെ നോക്കി നിൽക്കുന്നത് അവൾ കണ്ടു. ഇവന്മാരെല്ലാം തന്നെ കാണാൻ വേണ്ടി മാത്രമാണോ വന്ന് നിൽക്കുന്നത്? അതോർത്തപ്പോൾ അവൾക്ക് ചിരി വന്നുപോയി. തന്നെ കണ്ടാൽ 18 കഴിഞ്ഞ 2 ആൺമക്കളുടെ അമ്മയാണെന്ന് ആരെങ്കിലും പറയുമോ? സ്കൂളിൽ പുതിയതായി ജോയിൻ ചെയ്ത ചന്ദ്രമാഷ് ഇന്നലെ ചോദിച്ചത് വിവാഹിതയാണോ എന്നാണ്. ചിലപ്പോൾ അയാൾ തന്നെ വളയ്ക്കാൻ ശ്രമിച്ചതാകും. കുറെ പേർ ശ്രമിച്ചിട്ടുമുണ്ട്. പക്ഷെ ആർക്കും ഇതുവരെ പിടികൊടുത്തിട്ടില്ല. താൻ ഇതെല്ലാം കാത്തു സൂക്ഷിച്ചു കൊണ്ടു നടക്കുന്നു. ഇതെല്ലാം അനുഭവിക്കേണ്ടവൻ എവിടെ? പ്രണയിച്ച് നടക്കുമ്പോൾ എന്തായിരുന്നു? കൂടെ കയ്യും പിടിച്ച് നടക്കണം, കൂടെ കെട്ടിപ്പിടിച്ച് കിടക്കണം എന്നെല്ലാം പറഞ്ഞ് കൊതിപ്പിച്ചിട്ട് കല്യാണം കഴിഞ്ഞതും 2 കൊച്ചുങ്ങളെ ഒരുമിച്ചുണ്ടാക്കി തന്ന് ഗൾഫിലേക്ക് പറന്നു. 2 കൊല്ലം കൂടുമ്പോഴാണ് ആ ചേട്ടൻ ലീവിന് വരുന്നത്. അതും 1.5 മാസം. ഇപ്പോ 2 കൊല്ലമായി വന്നിട്ടുമില്ല. 3-4 ദിവസം കൂടുമ്പോഴേ വിളിക്കാറ് പോലുമുള്ളൂ. പണമാണ് വലുതെന്ന് കരുതി അവിടെ കിടക്കട്ടെ. മഴ ചാറി തുടങ്ങിയതും അവൾ ഓടാൻ തുടങ്ങിയതായിരുന്നു. അപ്പോഴാണ് പിന്നിൽ നിന്നൊരു ശബ്ദം.
ടീച്ചറെ, എന്റെ കുടയിലേക്ക് കയറി നിന്നോളൂ. തിരിഞ്ഞു നോക്കുമ്പോൾ തന്റെ സ്റ്റുഡന്റ് വിപിൻ. ക്ലാസ്സിലെ ഏറ്റവും ഉയരമുള്ള പയ്യനാണ് വിപിൻ. ഉയരം മാത്രമല്ല, നല്ല ഭംഗിയുള്ള ചിരിയും. ഇരുനിറമാണെങ്കിലും നല്ല പൗരുഷമാണ്. വിപിൻ അടുത്തു വന്ന് നിന്നപ്പോൾ വീണയെക്കാളും ഒരു പൊടിക്കുയരമുണ്ടെന്ന് തോന്നാം. അവന്റെ കയ്യിലിരിപ്പ് കൊണ്ട് ആളൊരൽപ്പം മെലിഞ്ഞിട്ടാണ്. വിപിനെ കണ്ട മാത്രയിൽ അവൾ വേഗം അവന്റെ കുടയിലേക്ക് കയറി. അവളുടെ അയൽവാസിയും കൂടെ ആയിരുന്നു വിപിൻ. നീ ഈയിടെയായി അല്പം ഉഴപ്പുന്നുണ്ട്. +2 എക്സാമിന് ഇനി അധികം മാസങ്ങളൊന്നും ഇല്ല കേട്ടോ. സ്കൂളിലെ കളികളൊക്കെ നിന്റെ അച്ഛനോട് ഞാൻ പറയണോ? അവൻ അതിന് ടീച്ചറെ നോക്കി ചിരിച്ചു. വീണ ടീച്ചറുടെ ക്ലാസ്സിൽ തന്നെ ടീച്ചറെ കാണാനാണെന്ന് ടീച്ചർ അറിയുന്നുണ്ടോ? ടീച്ചറിനെ കുടയിൽ കയറ്റിയിട്ട് അവൻ പറഞ്ഞു. മഴ നല്ലോണം ചാറുന്നുണ്ട്, ചേർന്ന് നിൽക്കണ്ട ടീച്ചറെ. ടീച്ചർക്ക് ഏറ്റവും ചേരുന്ന നിറം ഈ റോസ് കളറാണ്, നല്ല ഭംഗിയുണ്ട്. എങ്കിൽ വിപിന്റെ അമ്മയോടും ഇതേപോലൊരെണ്ണം ഉടുക്കാൻ പറ. വീണ നാണത്തോടെ ചിരിച്ചുകൊണ്ട് വിപിന്റെ തള്ളയ്ക്ക് വിളിച്ചു. വിപിനത് മനസ്സിലായപ്പോ അവൻ നാണം കൊണ്ട് തല താഴ്ത്തി. പക്ഷേ പറഞ്ഞത് സത്യമാണ്. ക്ലാസ് നടക്കുമ്പോൾ വിപിന്റെ നോട്ടം വീണ ശ്രദ്ധിച്ചിരുന്നു. ടീച്ചറുടെ ശാന്തമായ ഭാവവും സംസാരിക്കുമ്പോഴുള്ള ആ ചെറിയ ചിരിയും അവനിൽ വല്ലാത്തൊരു കൗതുകം നിറച്ചു. പഠിപ്പിക്കുന്നതിനിടയിൽ ടീച്ചർ അടുത്തുകൂടി നടന്നു പോയപ്പോൾ ആ സോപ്പിന്റെ നേർത്തൊരു സുഗന്ധം അവനിലേക്ക് പടർന്നു. ആ നിമിഷം ചുറ്റുമുള്ള ലോകം മറന്ന് അവൻ ടീച്ചറെ നോക്കിയിരുന്നു പോയി. വേഗത്തിൽ വീട്ടിലെത്തി ആ മനോഹരമായ ഓർമ്മകളിൽ ഒന്ന് സ്വസ്ഥമായിരിക്കണമെന്ന് അവന്റെ മനസ്സ് ആഗ്രഹിച്ചു. വീണ ടീച്ചറെ കുറിച്ചുള്ള മനോഹരമായ ചിന്തകൾ അവന്റെ ഉള്ളിൽ നിറഞ്ഞു. അവരുടെ ശബ്ദവും നടത്തവും എല്ലാം അവനിൽ ഒരു പ്രത്യേക സന്തോഷമുണ്ടാക്കി. മഴ നനഞ്ഞ വഴിയിലൂടെ വീണ ടീച്ചർ പതിയെ നടക്കുകയായിരുന്നു. ചെളിവെള്ളം തെറിക്കാതിരിക്കാൻ ഒരു കൈകൊണ്ട് തന്റെ റോസ് നിറമുള്ള സാരി അല്പം ഉയർത്തിപ്പിടിച്ച് മറുകൈയിൽ ബാഗുമായി അവർ മുന്നോട്ട് നീങ്ങി. മഴത്തുള്ളികൾ ടീച്ചറിന്റെ കൈകളിലൂടെ ഒഴുകി ഇറങ്ങുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. വിപിൻ ടീച്ചറിന്റെ തൊട്ടടുത്ത് ചേർന്ന് നടന്നു. ബസ് സ്റ്റോപ്പിൽ ഇരുന്ന പ്രായമായവർ ജിജ്ഞാസയോടെ അവരെ നോക്കുന്നുണ്ടായിരുന്നു. പഴയകാല സിനിമാ നടിമാരെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രത്യേക ഐശ്വര്യം ടീച്ചറുടെ മുഖത്തുണ്ടായിരുന്നു. വിപിൻ ഇടയ്ക്കിടെ ടീച്ചറുടെ കാലിലെ സ്വർണ്ണ കൊലുസിന്റെ കിലുക്കത്തിലേക്ക് ശ്രദ്ധിച്ചു. മഴയത്ത് ടീച്ചറുടെ കൂടെ ഇങ്ങനെ നടക്കുന്നത് അവനൊരു സ്വപ്നം പോലെ തോന്നി. അവരുടെ ആ ശാന്തമായ നടത്തവും ഇടയ്ക്കുള്ള ആ ചെറിയ ചിരിയും വിപിന്റെ മനസ്സിനെ അത്രമേൽ സന്തോഷിപ്പിച്ചു. ആ സാമീപ്യം അവന് നൽകിയ ആവേശം ചെറുതായിരുന്നില്ല. വീണ ടീച്ചറെ കുറിച്ച് മനോഹരമായ ചിന്തകൾ അവന്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നു. എന്നെങ്കിലും ടീച്ചറോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ അവൻ ആ നിമിഷങ്ങളൊക്കെ ആസ്വദിച്ചു. വിപിൻ, അച്ഛന് ഞായറാഴ്ച ഉണ്ടാകുമോടാ? ഞായറാഴ്ച ലീവാണല്ലോ. വീട്ടിലുണ്ടാകും. എന്തിനാ ടീച്ചറെ? പൂന്തോട്ടത്തിലേക്കുള്ള പൈപ്പിൽ കൂടെ വെള്ളം ശരിക്ക് വരുന്നില്ലടാ, അതൊന്ന് ശരിയാക്കണം. ഞാൻ അച്ഛനോട് വൈകിട്ട് എത്തുമ്പോൾ പറയാം ടീച്ചറെ. പെട്ടെന്ന് ഒരു ശക്തമായ കാറ്റ് വീശിയടിച്ചപ്പോൾ കുട ഒന്നുലഞ്ഞു. കുട കൈവിട്ടു പോകാതിരിക്കാൻ വീണ ടീച്ചർ പരിശ്രമിച്ചപ്പോൾ വിപിൻ അവളെ താങ്ങാൻ എന്ന പോലെ അവളുടെ തോളോട് ചേർന്ന് നിന്നു. ടീച്ചറെ, സൂക്ഷിക്കണേ, അവൻ പതുക്കെ പറഞ്ഞു. വീണ ടീച്ചർ ഒന്ന് മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. ഇല്ലടാ, കുഴപ്പമില്ല. കാറ്റും മഴയും കാരണം അവർ അല്പം കൂടി അടുത്ത് ചേർന്ന് നടന്നു. ഇനിയൊരു കാറ്റ് വീശിയെങ്കിലെന്ന് വിപിൻ മനസ്സിൽ അറിയാതെ പ്രാർത്ഥിച്ചു. മഴയുടെ തണുപ്പിൽ പോലും ടീച്ചറുടെ സാമീപ്യം അവനൊരു അപൂർവ സന്തോഷവും ആശ്വാസവും നൽകി.
വീണ ടീച്ചർ കുടയിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിച്ചില്ല. അവൾ വിപിനോട് ചേർന്ന് തന്നെ നടന്നു. ടീച്ചറിന് വിപിനോട് വലിയ വാത്സല്യമുണ്ടായിരുന്നു. വിപിന്റെ വീട് കഴിഞ്ഞ് കുറച്ചു ദൂരം മുന്നോട്ട് പോയാലായിരുന്നു ടീച്ചറിന്റെ മനോഹരമായ 2 നില വീട്. ആ മഴയത്തുള്ള ഈ നടത്തം ഒരിക്കലും അവസാനിക്കാതിരുന്നെങ്കിലെന്ന് വിപിൻ മനസ്സിൽ ആഗ്രഹിച്ചു. നിന്റെ വീടെത്തിയല്ലോ വിപിൻ. അത് സാരമില്ല, എന്റെ ടീച്ചറല്ലേ, ഞാൻ ടീച്ചറെ കൊണ്ടാക്കാം. ഈ സോപ്പിടിയിലൊന്നും ഞാൻ വീഴില്ല കേട്ടോ. എക്സാമിന് പേപ്പർ വല്ലതും ഉണ്ടെങ്കിലേ ഞാൻ പാസ്സാക്കൂ. വീണ ഒരല്പം ഗൗരവം മുഖത്ത് വരുത്തിക്കൊണ്ട് പറഞ്ഞു. ഇഷ്ടം കൊണ്ടല്ലേ എൻ്റെ ടീച്ചറെ. ക്ലാസ് മുറിയുടെ നടുവിൽ വിപിൻ തന്റെ പ്രിയപ്പെട്ട വീണ ടീച്ചറെ തന്നെ നോക്കി നിന്നു. ടീച്ചറുടെ ഓരോ ചലനവും ഭാവവും അവനെ അത്രമേൽ വശീകരിച്ചിരുന്നു. അവരെ കാണുമ്പോൾ അവന്റെ ഹൃദയമിടിപ്പ് അറിയാതെ വേഗത്തിലായി. ക്ലാസ് കഴിഞ്ഞ് ടീച്ചറുടെ കൂടെ വീട് വരെ നടക്കുമ്പോൾ വിപിന്റെ കണ്ണുകൾ അവരിൽ തന്നെയായിരുന്നു. ടീച്ചറുടെ ആ മനോഹരമായ നടത്തവും അരികിലുള്ള സാമീപ്യവും അവനിൽ വല്ലാത്തൊരു ലഹരി നിറച്ചു. വാക്കുകൾക്കതീതമായ എന്തോ ഒന്ന് അവരെ തന്നിലേക്ക് അടുപ്പിക്കുന്നത് അവൻ അറിഞ്ഞു. വീടിന്റെ ഗേറ്റ് തുറന്ന് ടീച്ചർ അകത്തേക്ക് നടന്നു പോകുമ്പോൾ വിപിൻ ഒരു നിമിഷം ശ്വാസം അടക്കി പിടിച്ച് നോക്കി നിന്നുപോയി. ടീച്ചറുടെ ആ രൂപം അവന്റെ മനസ്സിൽ മായാതെ നിന്നു. തന്റെ ഉള്ളിലെ അടക്കാനാവാത്ത ആ ഇഷ്ടം മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ട് അവൻ തിരിഞ്ഞു നടന്നു. വീട്ടിലേക്ക് നടക്കുമ്പോഴും ടീച്ചറുടെ ആ സാമീപ്യവും ഗന്ധവും അവനെ വല്ലാതെ അസ്വസ്ഥനാക്കിക്കൊണ്ടിരുന്നു. ചെരുപ്പഴിച്ചു വെക്കുമ്പോഴാണ് അവൾ ശ്രദ്ധിച്ചത് മക്കളുടെ ചെരുപ്പിനോടൊപ്പം ഒരു ലേഡീസ് ചപ്പൽ. രമണി ചേച്ചിയുടേതല്ല, പിന്നെ ആരാണ്? അവൾ മുൻവാതിലിൽ മുട്ടി. വാതിൽ തുറന്നത് രമണിയായിരുന്നു. അജേട്ടന്റെ ഒരു അകന്ന ബന്ധത്തിൽപ്പെട്ടതാണ് രമണി. 50ഓളം വയസ്സുണ്ട്. തനിക്കൊരു സഹായമാകുമല്ലോ എന്ന് കരുതിയാണ് വീട്ടിൽ നിർത്തിയിരിക്കുന്നത്. അവരിവിടെ സാധാരണ താൻ വരുമ്പോൾ ടിവിക്ക് മുൻപിൽ ഉണ്ടാകുന്നതാണ് 2 പേര്. തൻ്റെ പൊന്നുമക്കൾ അനന്തവും അച്ചുവും തൻ്റെ കൂടെ ഇരുന്ന് ചായ കുടിച്ചിട്ട് പുറത്ത് കളിക്കാനൊക്കെ പോകാറുള്ളൂ. അനന്തു കാണാൻ ആ ചേട്ടനെ പോലെയാണെങ്കിലും സ്വഭാവം അദ്ദേഹത്തിന്റെ അച്ഛന്റെ പ്രകൃതമാണെന്ന് എല്ലാവരും പറയും. പെട്ടെന്നാണ് ദേഷ്യം വരുന്നത്. അനന്തുവിന് ഒരല്പം സ്പോർട്സിലൊക്കെ കമ്പനമുണ്ട്. അച്ചു തനി അമ്മക്കുട്ടിയാണ്. അവന് പക്ഷെ വീണയുടെ നിറമാണ് കിട്ടിയിരിക്കുന്നത്. അനന്തുവിന് അച്ചുവിനേക്കാൾ ഇച്ചിരി നിറം കുറവാണ്. എങ്കിലും വീണയുടെ എല്ലാ ഐശ്വര്യവും അവളുടെ 2 മക്കൾക്കും കിട്ടിയിട്ടുണ്ട്. 2 ആളും ഒരേ ഉയരം. അതായത് വീണ ഏതാണ്ട് മക്കളുടെ തോളൊപ്പമേ ഉള്ളൂ. മുൻപ് പറഞ്ഞ പോലെ അച്ചുവിന് എല്ലാത്തിനും ഇച്ചിരി പേടി കൂടുതലാണ്, പ്രത്യേകിച്ചും ഇരുട്ട്. എങ്കിൽ പോലും 2 മക്കൾക്കും വേറെ വേറെ മുറിയാണ് വീണ ശീലിപ്പിച്ചത്. അനന്ത് തനിച്ചു കിടന്നാലും അച്ചു ഇടയ്ക്കൊക്കെ രാത്രി വീണയോടൊപ്പം വന്ന് കെട്ടിപ്പിടിച്ച് കിടക്കാറുണ്ട്. അത് വീണയ്ക്കും വലിയ ഇഷ്ടമാണ്. മുകളിലുണ്ട്, കമ്പൈൻ സ്റ്റഡിയാണെന്നാ പറഞ്ഞത്. ഒരു പെങ്കൊച്ചും കൂടെയുണ്ട്. ഏത് പെങ്കൊച്ച്? ആ, ഇന്നാൾ അവരുടെ ബർത്ത്ഡേക്ക് വന്നില്ലേ, വെളുത്ത ഫ്രോക്ക് ഇട്ട കുട്ടി. വീണയ്ക്ക് ആളെ മനസ്സിലായി. തൻ്റെ കൂട്ടുകാരി ശ്രീജയുടെ മകൾ പ്രിയ. പക്ഷേ അവൾ +2-നല്ലേ പഠിക്കുന്നത്. അവർ 3 പേരും കൂടി എന്ത് പഠനം! ദൈവമേ, വല്ല കുരുത്തക്കേട് ഒപ്പിക്കുന്നുണ്ടോ? അവളുടെ ഉള്ളൊന്ന് കാളി. അത് പുറത്തു കാട്ടാതെ അവൾ രമണി ചേച്ചിയെ നോക്കി. ചേച്ചി, ചേച്ചി പോയി പച്ചക്കറിയും സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് വന്നോളൂ. എനിക്കൊന്ന് കുളിക്കണം, ദേഹം ആകെ നനഞ്ഞു. അവൾ ബാഗിൽ നിന്ന് പൈസ എടുത്തു കൊടുത്തു. രമണി പുറത്തേക്ക് ഇറങ്ങിയതും അവൾ വാതിലടച്ച് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് കയറി. അച്ചുവിന്റെ മുറി തുറന്നു കിടപ്പുണ്ട്. അതിൻ്റെ അടുത്തുള്ള അനന്തുവിന്റെ മുറി അടച്ചിട്ടുണ്ട്. വീണയ്ക്കുള്ളിൽ ചെറിയ പേടി തട്ടി. എങ്കിലും ഭയക്കാതെ അവൾ വാതിൽ പതുക്കെ തുറക്കാൻ നോക്കിയതും ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന്
അവൾക്ക് മനസ്സിലായി. കീ ഹോളിലൂടെ കുനിഞ്ഞുള്ളിലേക്ക് നോക്കി. തന്റെ കണ്ണുകളെ അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞെട്ടിത്തരിച്ച് അവൾ വാതിൽ ചവിട്ടി പൊളിക്കാൻ എന്നവണ്ണം ആഞ്ഞു ചവിട്ടി. തുറക്കട വാതിൽ. അകത്ത് ഉരുണ്ടു പിടഞ്ഞെണീക്കുന്ന ശബ്ദം. കുറച്ചുകൂടി കഴിഞ്ഞാണ് വാതിൽ തുറന്നത്. 3 പേരും ഡ്രസ് ധരിച്ചിരുന്നു. പുസ്തകവും മാറോടടുക്കി പിടിച്ച് തല കുനിച്ച് നിൽക്കുന്ന പ്രിയയെ വീണ തീ പാറുന്ന കണ്ണുകളോടെ നോക്കി. എന്തു പഠിപ്പിക്കാനാടി നീ വന്നത്? നീ ഇവരെയാണോ പഠിപ്പിച്ചത്, അതോ ഇവര് നിന്നെയാണോ പഠിപ്പിച്ചത്? അവൾ ഒന്നും മിണ്ടിയില്ല. ഇറങ്ങിപ്പോടി, നിന്നെ നീ പരിസരത്ത് കണ്ടുപോകരുത്. വീണ അവളുടെ പിടലിക്ക് വിളിച്ച് റൂമിന് പുറത്തേക്ക് തള്ളി. അവൾ അതേ വേഗതയിൽ ഇറങ്ങിപ്പോയി. അച്ചു അപ്പോഴേ കരഞ്ഞു തുടങ്ങിയിരുന്നു. വീണയ്ക്ക് കാര്യം മനസ്സിലായി. അനന്തുവാണ് അച്ചുവിനെ വഴിതെറ്റിച്ചതെന്ന്. എന്നിട്ടും യാതൊരു കൂസലുമില്ലാതെ നിൽക്കുന്ന അനന്തുവിനെ വീണ അമ്പരപ്പോടെ നോക്കി. വീണ ഒരു നിമിഷം നിയന്ത്രണം വിട്ടുകൊണ്ട് അനന്തുവിന്റെ കരണം നോക്കിയെന്നവൾ ആഞ്ഞു പൊട്ടിച്ചു. പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയാണത്. ആരെങ്കിലും ഇതറിഞ്ഞാൽ എന്റെ ഈശ്വര. നെഞ്ചിൽ കൈവച്ച് വീണ വിറച്ചു. അച്ഛനെ ഇന്ന് തന്നെ ഞാൻ വിവരം അറിയിക്കും. ഇനി എന്നെ കൊണ്ട് വയ്യ ഇവരെ രണ്ടിനെയും നോക്കാൻ. അങ്ങേര് വന്ന് തീരുമാനിക്കട്ടെ. രോഷത്തോടെ നിലത്ത് ചവിട്ടി മെതിച്ച് അവൾ താഴേക്ക് ഇറങ്ങിപ്പോയി. അച്ചുവും അനന്തവും എന്ത് ചെയ്യണമെന്നറിയാതെ നിശബ്ദരായി ബെഡിൽ തന്നെ ഇരുന്നു. അവരുടെ ഉള്ളിൽ ഭയവും കുറ്റബോധവും ഒരുപോലെ നിറഞ്ഞു. വീണ തന്റെ മുറിയിലെത്തിയതും വസ്ത്രങ്ങളെടുത്ത് ബാത്റൂമിലേക്ക് കയറി. സ്കൂൾ കഴിഞ്ഞ് വന്നാലുള്ള പതിവ് കുളിയാണ്. തണുത്ത വെള്ളം ശരീരത്തിലേക്ക് വീഴുമ്പോഴും അവളുടെ മനസ്സിൽ നേരത്തെ കണ്ട ആ അസ്വസ്ഥപ്പെടുത്തുന്ന കാഴ്ചകളായിരുന്നു. ആ പ്രായത്തിന്റെ അപക്വതയും എടുത്തുചാട്ടവും താൻ കണ്ട കാഴ്ചകളും അവളുടെ ഉള്ളിൽ ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ചു. വിറയ്ക്കുന്ന കൈകളോടെ അവൾ ആലോചിച്ചു, ഇനി എങ്ങനെ ഈ പ്രതിസന്ധിയെ നേരിടും. വേഗം എൻ്റെ ടെലിഗ്രാം ചാനലിൽ വന്ന് അഡ്മിന് മെസ്സേജ് അയച്ചോളൂ. നിങ്ങൾക്ക് ഇതിൻ്റെ ഓപ്പൺ വെർഷൻ അവിടെ കേൾക്കാം. അപ്പം പുതിയൊരു സ്റ്റോറിയുമായി വരുന്നത് വരെ ടാറ്റാ ബൈ.